ഏവർക്കും നമസ്കാരം. മൃതീഭവിച്ചു പോയ പരേതാത്മാവിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കർമ്മങ്ങൾ, ബലിദാന തർപ്പണാദി ക്രിയാദികൾ ക്ഷേത്രവും തമ്മിൽ വല്ല ബന്ധവുമുണ്ടോ, അല്ലെങ്കിൽ മൂർത്തിയുമായി ബന്ധമുണ്ടോ എന്നുള്ളതാണ് പലരും മിക്കപ്പോഴും ചോദിക്കുന്ന കാര്യങ്ങളാണ്. ഒരുവൻ മൃതി അടഞ്ഞു കഴിഞ്ഞാൽ കുലാചാര സമ്പ്രദായം അല്ലെങ്കിൽ നാട്ടു നടപ്പ് അനുസരിച്ച് ഉദകക്രിയാദി കർമാദികൾ ചെയ്ത് ഗതി വരുത്തുക എന്നുള്ളതാണ്. രണ്ടാമത്, അപമൃതീകരിക്കുന്ന വ്യക്തിയുടെ ആ പരമാത്മാവിന് വേണ്ടിയിട്ട് ചില പൂജാതി കർമ്മങ്ങൾ ചെയ്തു വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതിൽ ശ്രാദ്ധകൂട്ട് അങ്ങനെ മരിക്കുന്നയാൾക്ക് മോക്ഷത്തിന് ഉതകുമാറാകത്തില്ല. അവിടെ ചില ക്രിയാപദ്ധതികൾ ചെയ്യേണ്ടതായി വരും. മറിച്ച് എല്ലാ കാമനകളും പൂർത്തീകരിച്ചുകൊണ്ട് ഒരുപാട് വർഷക്കാലം ജീവിച്ചു കാലേതി മരണം മരിച്ചു കഴിഞ്ഞാൽ അവിടെ ശ്രാദ്ധകർമ്മം അനുഷ്ഠിക്കുക എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് പലപ്പോഴും ഈ ഒരു ചോദ്യത്തിന് ചില കവിതകളാണ് ഓർമ്മ വരുന്നത്. നമ്മൾ കേട്ടിട്ടുള്ള കവിതയാണ് മധുസൂദനൻ നായരുടെ. പിണ്ടം പിതൃക്കൾക്ക് വെക്കാതെ കാവിനും പള്ളിക്കും എന്നെണ്ണി മാറ്റി, പിന്നെ അന്നത്തെ അന്നത്തിന് അന്യൻ്റെ ഭാണ്ഡങ്ങൾ തന്ത്രത്തിലൊപ്പിച്ചെടുക്കും, പിന്നെ ചാത്തനൻ്റേതെന്ന് പേര് ചേർക്കാൻ ചിലർ ചാത്തിരംഗം നടത്തും. അതുപോലെ ആദ്യം പറഞ്ഞിരിക്കുന്നത് പിണ്ടം പിതൃക്കൾക്ക് വെക്കാതെ, ക്ഷേത്രത്തിൽ വഴിപാട് നടത്തിയിട്ട് കാര്യമുണ്ടോ എന്നുള്ളതാണ്. പിണ്ടം പിതൃക്കൾക്ക് തന്നെ വെക്കണം. അവിടെ പിതൃഗതി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ആത്മാക്കളുടെ വരവിനെ വിളിച്ചോതുന്ന പക്ഷിയാണ് വായസം അഥവാ കാക്ക. അപ്പം അങ്ങനെ ബലിച്ചോറ് കുഴച്ച് കാക്കയ്ക്കോ മത്സ്യത്തിനോ പശുവിനോ പട്ടിക്കോ കൊടുക്കുമ്പോഴാണത് ഒരു പൂർണ്ണതയാകുന്നത്. അവിടെ ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. മരിച്ച ആൾക്ക് മോക്ഷത്തിന് കാക്ക ഭക്ഷിച്ചുകൊണ്ട് മോക്ഷം ലഭിക്കുന്നില്ല. അതങ്ങനെ നിൽക്കട്ടെ. ഇവിടെ മൃതീഭവിച്ച മൃതന് വേണ്ടിയിട്ട് ഒറ്റ നമസ്കാരവും കൂട്ട നമസ്കാരവും നടത്താറുണ്ട്. സത്യത്തിൽ ഇത് രണ്ടും ഇല്ല. അപ്പോൾ അതൊരു ക്ഷേത്രത്തിൻ്റെ വരുമാനമാണ്. ശാന്തിക്കും ദക്ഷിണ കിട്ടുന്നതാണ്. പക്ഷേ അങ്ങനെ ഒരു സമ്പ്രദായം നിലവിലില്ല. പിന്നെ ഒന്നുണ്ട്, ഈ ഒറ്റ നമസ്കാരവും കൂട്ട നമസ്കാരവും എഴുതുമ്പോൾ അത് നടത്തിയേക്കാം എന്ന് ചിലർ പറയാറുണ്ട്. അത് കുടം കമഴ്ത്തി വെച്ച് വെള്ളം ഒഴിക്കുന്നതിന് തുല്യമാണ്. പിന്നെയോ, ആ നടത്തിയതിന് ശേഷം അയാൾ തന്നെ, അല്ലെങ്കിൽ ആ ശാന്തിക്കാരൻ അല്ലെങ്കിൽ തിരുമേനിയോ ആ ഉരുള എടുത്തിട്ട് പോയി തെക്ക് കിഴക്ക് മൂലക്ക് സമർപ്പിച്ചാൽ അത് മൃതന് ചെല്ലും, അല്ലെങ്കിൽ മരിച്ച പരേതാത്മാവിന് ചെല്ലും. ദേവന് പൂവിട്ട് പൂജിച്ചതുകൊണ്ടോ അർച്ചന നടത്തിയത് കൊണ്ടോ ഒരിക്കലും പിതൃഗതി ഉണ്ടാകുകയില്ല എന്നറിയുക. ഇങ്ങനെ നടത്തണം എങ്കിൽ കൃത്യമായി ഉരുള കൊണ്ടുപോയി വെക്കുന്ന ക്ഷേത്രത്തിൽ നടത്തുക. ഏവർക്കും നന്മയുണ്ടാകട്ടെ. സർവൈശ്വര്യവൃദ്ധിയും കരുനീലിയമ്മ നൽകുമാറാകട്ടെ. ഓം നമഃ ശിവായ. കാലകാലേശ്വരായ.